അപ്പൊ ആദ്യം മാറ്റ് വിൽക്കുക. ഇത് ബയോ ടെർമേനിയം മാറ്റാണ്. നാനോ മാഗ്നറ്റിന്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് നിർത്തി വെക്കുക. 3 അടി വീതി, 6 അടി നീളം. യോഗ ചെയ്യാൻ പുതിയൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ചക്രങ്ങളൊക്കെ വികസിപ്പിക്കാനായിട്ടുള്ള ഇത് ജർമ്മേനിയം മാറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ജർമ്മേനിയം ലോഹം കൊണ്ട് നാനോ മാഗ്നറ്റ് ആണ്. ഓക്കെ, നിർത്തിയിരിക്കുക. ഓക്കെ കേട്ടാ. അപ്പോ നമുക്ക് യോഗ തുടങ്ങാം. കൂടുതൽ വെള്ളം കുടിക്കണം യോഗ തുടങ്ങാനായിട്ട്. ആ വെള്ളം കുടിക്കാനായിട്ട് മുമ്പ് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചിട്ട് കടിച്ചു തിന്നുന്നല്ല. വെളുത്തുള്ളി ചതക്കുക, കടിച്ചു തിന്നുക. കൂടുതൽ വെള്ളം കുടിക്കുക. വെള്ളത്തിന് കലോറി ഇല്ല. അതുപോലെ വെള്ളം ദഹിക്കാനായിട്ട് സമയം കാര്യങ്ങളൊന്നും വേണ്ട. വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ രക്തം മർദ്ദത്തോടു കൂടി ഒഴുകും. BP നോർമലായി നല്ലതാണ്. ഏറ്റവും നല്ലൊരു വെള്ളം കുടിക്കും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ തുടക്കത്തില് കുറേശ്ശെ കുടിച്ച് പഠിക്കുക. യോഗയ്ക്ക് മുമ്പ് 1 ലിറ്റർ വെള്ളം കുടിക്കും. നമ്മള് ദിവസം മിനിമം ഒരു 3-3.5 ലിറ്റർ വെള്ളം കുടിക്കണം. അത് സന്ധ്യ മയങ്ങാനായിട്ട് മുമ്പ് കൂടുതൽ കുടിച്ചു കഴിക്കണം. ഉച്ചയ്ക്ക് മുമ്പ് പകുതിയിലധികം, 2 ഭാഗം ഉച്ചയ്ക്ക് മുമ്പ് കുടിക്കണം. അപ്പൊ അങ്ങനെ കുറച്ച് ചിട്ടകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം മരുന്നുകളില്ലാണ്ട് ജീവിക്കാം. അതുപോലെ നമ്മുടെ ഭക്ഷണം, പച്ചക്കറികളും പഴവും കൂടുതൽ ഉപയോഗിക്കും. നമ്മൾ മനുഷ്യന്റെ ഭക്ഷണം പച്ചക്കറികളും പഴവും. ഓരോ ജീവജാലകൾക്കും ഓരോ ഭക്ഷണക്രമമുണ്ട്, ഓരോ ജീവിതക്രമമുണ്ട്. അത് പാലിക്കണം. അതിൽ നിന്ന് മാറി വരുമ്പോഴാണ് നമുക്ക് അസുഖം കാര്യങ്ങളൊക്കെ മാറും. നമുക്ക് മരുന്ന് കഴിച്ച് സുഖം കിട്ടുന്നില്ല. മരുന്ന് കഴിച്ച് അസുഖം മാറ്റിയെടുക്കാന്ന് പറയുന്നുണ്ടെങ്കിലും സുഖം കിട്ടുന്നവര് വളരെ കുറവാണ്. സുഖം കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ. അത് അത്രയും സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കല്ല, പൈസ ചെലവാക്കാൻ മനസ്സുള്ള ആൾക്കാർ. അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പച്ചക്കറികളും പഴങ്ങളും കഴിച്ച് ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ പറ്റും. യോഗ ചെയ്യണം. അതുപോലെ നമ്മൾ നേരത്തെ കിടക്കണം. ഇരുട്ടത്ത് കിടന്നിട്ടുള്ള ഉറക്കം പരമപ്രധാനം. നമ്മൾ ഇരുട്ട് തന്നിട്ടുള്ളത് ഇരുട്ടത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ടത്താണ് ചില ഹോർമോണുകൾ പ്രവർത്തിക്കുക. കാലത്ത് അത് പ്രവർത്തിക്കില്ല. ഇരുട്ടത്ത് കിടന്നുറങ്ങുമ്പോൾ അത് പ്രവർത്തിക്കും. രാത്രി അർദ്ധരാത്രിക്ക് മുമ്പ് ഒരു യാമം, അർദ്ധരാത്രിക്ക് ശേഷം ഒരു യാമം. ഒരു യാമം എന്ന് വെച്ചാൽ ഏകദേശം 3 മണിക്കൂറാണ്. അപ്പൊ അർദ്ധരാത്രിക്ക് 3 മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ 9 മണി. അതുപോലെ പുലർച്ചെ 3 മണി. 9 മണി തൊട്ട് 3 മണി ആയിരിക്കും ഉറക്കത്തിന്റെ ശരിയായിട്ടുള്ള സമയം. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ TV മൊബൈലൊക്കെ വന്നപ്പോ സമയക്രമങ്ങളിൽ കുറെ മാറ്റം വരുന്നു. അപ്പൊ രോഗങ്ങളും കൂടുതലായിട്ട് വന്നു. അപ്പൊ അത് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ പഴമയിലേക്ക് തന്നെ പോണ്ടി വരും. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള യോഗ, അഷ്ടാംഗ യോഗ, ശിവാംബു യോഗ അതൊക്കെയാണ്. അതിന്റെ ചുവട് പിടിച്ചിട്ട് വേറെ കുറെ യോഗകൾ വന്നിട്ടുണ്ട്. അതിലൊരു തന്നെയാണ് റാംസ് പ്രാണയോഗം. റാംസ് പ്രാണയോഗയിൽ ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഭക്ഷണം കറക്റ്റ് ചെയ്യുക, ഉറക്കം കറക്റ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള വ്യായാമം പറയും വേണ്ടോ. അപ്പൊ ആരോഗ്യം കറക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പൊ യോഗ മാട്രസ് എന്ന് പറയുമ്പോ ജർമ്മേനിയം മാട്രസ് എന്ന് പറഞ്ഞാൽ അതിൽ ജർമ്മേനിയം ലോഹങ്ങൾ ഉള്ളിലുണ്ട്. 90 മാഗ്നറ്റുകൾ ഒരു ബെഡിലുണ്ട്. ഇത് US പാറ്റന്റുകളാണ്. US അമേരിക്കയിലെ കാനൻ മലനിരകളുണ്ട്. അവിടെ നിന്ന് ഖനനം ചെയ്ത് എടുക്കണം. ഇത് ആ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാട്രസ് ആണ്. ഇത് നമുക്ക് കിടന്നുറങ്ങാനും ഇതില് ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ വളരെ ഗുണം ചെയ്യും.
ചക്രം മെഡിറ്റേഷൻ ഇതിൽ കിടന്നിട്ട് ചെയ്യണമെന്ന് വളരെ അല്ലെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ അളവ് കൂടും. നമ്മുടെ ഓരോ ചക്രങ്ങളും ആക്ടിവേഷൻ ആക്കാൻ കൂടുതൽ എളുപ്പത്തിൽ പറ്റും. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് തുടങ്ങാം. ഇത് വേർന്നിരിക്കും. നമുക്ക് എന്തെങ്കിലും യോഗ ദിവസം മുടക്കാൻ പാടില്ല. ഞായറും തിങ്കളും ഓണം ദിവസവും എല്ലാ ദിവസവും യോഗ ചെയ്യും. അപ്പൊ അതിന്റെ ഇത് കുറയ്ക്കാൻ മാത്രം മുടങ്ങാണ്ട് ചെയ്യണം. കുറച്ച് ചെയ്താലും കുഴപ്പമില്ല. മുടങ്ങാൻ പാടില്ല. ബ്രീത്തിങ് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. റൊട്ടേഷൻ എല്ലാ ദിവസവും ചെയ്യുന്നില്ല. പ്രാർത്ഥന എല്ലാ ദിവസവും, ലൂസനിങ് എക്സസൈസ് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ആസനങ്ങൾ പിന്നെ ഇടയ്ക്ക് ചെയ്താലും കുഴപ്പം. അപ്പൊ നിങ്ങൾ ചെയ്യാണ്. ഞാൻ ഡോക്ടർ രാജാറാം, പ്രാണസ് പ്രാണയോഗ ഫൗണ്ടർ, ശിവാംബു യോഗ മാസ്റ്റർ ട്രെയിനർ. ശിവാംബു യോഗയിലാണ് എനിക്ക് ഡോക്ടറേറ്റ്. അതിനെ കുറിച്ചുള്ള പ്രത്യേക ക്ലാസ്സുകളുണ്ട്. അത് പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചാൽ നമുക്ക് തുടങ്ങാം. ആദ്യം പ്രാർത്ഥന. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനാവതു സഹനൗനക്തു സഹവീര്യം കരവാഹൈ തേജസ്വിനാവിധമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റിനകത്ത് മുട്ടിക്കുക. ഭൂമിയിലേക്കില്ല. ശ്വാസം എടുത്തുന്നവർന്ന് വരിക. കൈ കൂട്ടി തിരിയുക. കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിൽ കൈയൊന്ന് തലോടിയിട്ട് പതുക്കെ കണ്ണു വെക്കുക. ശുഭദിനം. ഇനി രണ്ടു മുഖ്യൂടി നന്നായി ശ്വാസം എടുക്കുക. അനുലോമ വിലോമം. അനുലോമ വിലോമം. രണ്ടു മൂക്കിലൂടെ നന്നായി ശ്വാസം മൂക്ക് എന്നിട്ട് അടച്ചു പിടിക്കുക. എന്നിട്ട് അടുത്ത മൂക്കിലൂടെ ആദ്യം ശ്വാസം വിടുക. 1. കൈ ഇങ്ങനെ വളർന്ന് നിലത്ത് തുറന്നു. ഇനി 2. ശ്വാസം എടുത്തുകൊണ്ട് മൂക്ക് അടച്ചു പിടിക്കുക. 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. ഫസ്റ്റ് ഇനി രണ്ടു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കണം. രണ്ടു മൂക്കിലൂടെ എടുക്കുക. 1, 2, 3. ശ്വാസം എടുക്കണം. 4, 5, 6, 7, 8. ഇനി നെക്ക് റൊട്ടേഷൻ. കഴുത്ത് താടി കഴുത്തിൽ മുട്ടിക്കണം. തല പിന്നിൽ മുട്ടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 8. സൈഡിൽ കൂടെ പിന്നിലേക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ചെവി ഷോൾഡർ മുടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. താടി കഴുത്തിൽ മുട്ടിച്ചിട്ട് പകുതി റൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. തല പിന്നിൽ മുട്ടിട്ട് പകുതി റൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8.
ഇനി ഫുള്ള് റൗണ്ട് ചെയ്യണം കേട്ടോ. കണ്ണ് തുറന്നു പിടിക്കണം. 1 ശ്വാസം എടുക്കുക, വിടുക. ഒരു 2 കഴിയുമ്പോ ശ്വാസം വിടുക. 2 ശ്വാസം വിടുക. 3 4 5 6 7 8 റെസ്റ്റ്. ഇനി തിരിച്ച് റൗണ്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 റെസ്റ്റ്. മതി. ഇതൊക്കെ വാമിങ് അപ്പാണ്. നമ്മളിപ്പോ ഇന്ന് കൂട്ടിക്കൊണ്ടിരണം. ഈ ജോയിന്റുകളൊക്കെ ഒന്ന് ലൂസാക്കുക. കൈ നിർത്തി പിടിക്കുക. കൈ നിർത്തി പിടിക്കുക. കൈന്റെ പേരിൽ മടക്കുക. 1 2 3 4 5 6 7 8 കൈപ്പത്തി നിർത്തുക. 1 2 3 4 5 6 7 8 തള്ളവേലും 4 പേര് ഇങ്ങനെ മടക്കി പിടിക്കുക. റിസ്റ്റ് തിരിക്കണം. 1 2 3 4 5 6 7 8 തിരിച്ചു. 1 2 3 4 5 6 7 8 ഇനി കൈ മടക്കണം. 1 2 3 4 5 6 7 8 കൈപ്പത്തി പുറത്ത് വിടുക. കൈന്റെ മുട്ട് മുകളിലേക്ക് വരും. 1 2 3 4 5 6 7 8 ഇനി കൈ മടക്കി പിടിക്കുക. അങ്ങനെ മുട്ടിക്കുക. 1 2 3 4 5 6 7 8 ഇനി തിരിച്ചു. 1 2 3 4 5 6 7 8 റെസ്റ്റ്. കൈ നിർത്തി പിടിക്കുക. ചെറിയ വട്ടം നിറയ്ക്കുക. 1 2 3 4 5 6 7 8 തിരിച്ചും വട്ടം വരയ്ക്കുക. 1 2 3 4 5 6 7 8 മതി. ഇനി കൈ കാലിന്റെ മുട്ടും വയ്ക്കുക. ഷോൾഡർ പൊന്തിക്കുക. 1 2 3 4 5 6 7 8 കൈ മുകളിൽ കയറുക. 1 2 3 4 5 6 7 8 മതി. ഇനി പിന്നിലേക്ക് തിരിയുക. അപ്പൊ ഒരു സ്ട്രെച്ചിങ് ആണ്. വലിവ് വരണം. അപ്പൊ ഇങ്ങനെ പിടിക്കുക. 1 പിന്നിലേക്ക് നോക്കും. 2 സൈഡൊക്കെ വലിയണം. 3 4 5 പിന്നിലേക്ക് നോക്കണം. 6 7 8 8 7 6 5 4 3 2 1 മതി. ഇനി കൈ ഇങ്ങനെ പിടിക്കുക. കൈന്റെ പേരിലേക്ക് നോക്കിയിട്ട് പിന്നിലേക്ക് പിടിക്കണം. 6 ഇത് 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 1 2 3 4 5 6 7 8 റെസ്റ്റ്. ഇനി കാലിൽ നിർത്തിയേക്കുക. കാലിൽ നിർത്തിയേക്കുക. കാലിന്റെ പേരിൽ മടക്കുക. 1 2 3 4 5 6 7 8 കാലിന്റെ പാറ മുമ്പിലേക്ക് തള്ളുക. മുമ്പിലേക്ക് തള്ളുക. 1 2 3 4 5 6 7 8 കാലിന്റെ എണ്ണ തിരിക്കുക. 1 2 3 4 5 6 7 8 തിരിച്ചു. 1 2 3 4 5 6 7 8 കാല് കുറച്ചകത്തി. കാലൊന്ന് അനക്കുക. കുറച്ചുകൂടി അനത്തിരിക്കുക. കാലിന്റെ തള്ളവരിൽ എടുത്തുപിടിക്കുക. 1 ഇനി ചെറുവരിൽ എടുത്തുപിടിക്കണം. 2 3 4 5 6 7 8 കാലിൽ നല്ലോണം അകത്തിരിക്കുക. മാക്സിമം അകത്തിരിക്കുക. കാലിന്റെ മുട്ട് മടക്കാണ്ട് തള്ളവരുമ്പോ തുടങ്ങും. മുട്ട് മടക്കാൻ പാടില്ല. ഇവിടെ സ്ട്രെച്ചിങ് വരാൻ പറ്റുക. വലിവ് വരുമ്പോ തുടങ്ങാം. 1 2 3 4 5 6 7 8 8 7 6 5 4 3 2 1 രണ്ട് കാലിന് വേണ്ടി ഒരുമിച്ച് തുടങ്ങും. 1 2 3 4 5
6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. ये छक चला क्या 1, 2, 3, 4, 5, 6, 7, 8, rest. 1, 2, 3, 4, 5, 6, 7, 8, rest. കാലം നനക്കുക, കാലം വെച്ച് ഇനി ഓരോ കാലം മടക്കുക, നിർത്തുക, മടക്കി വയ്ക്കുക, നിർത്തി വയ്ക്കുക. ഇനി ഈ കാലം മടക്കുക. 3, 4, 5, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. കൈ കൊണ്ട് പിടിക്കണം കേട്ടാ. ഈ രണ്ട് കാര്യം മറക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി അടക്കം എടുക്കുക. നിലത്ത് കിടക്കണം. നിലത്ത് കിടക്കുക. രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. കാലെനിക്ക് അടിച്ച് വയ്ക്കുക. എനിക്കിരിക്കുക, എടുക്കുക. 1, എനിക്കിരിക്കുക. കാലുകൾ കൂട്ടി പിടിക്കണം. 2, എടുക്കുക. 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest, relax. കാലടിച്ച് വയ്ക്കുക. കാല് നമ്മൾ അടക്കുക. റോൾ 1, 2, 3. റോൾ ചെയ്യുക. 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. ഈ സൈഡ് നിൽക്കുക. കാലിന് മുട്ടുപിടിക്ക് നോക്കണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. റെസ്റ്റ്, റിലാക്സ്. കാല് കുറച്ചകത്തേക്കുക, കൈ കുറച്ചകത്തേക്കുക. കണ്ണ് ചിമ്മിക്കെടുക്കുക. കുറച്ച് നേരം അതൊക്കെ എടുക്കണം കേട്ടോ. കണ്ണ് ചിമ്മിക്കെടുക്കുക. റെസ്റ്റ് ചെയ്യുക. ഫുള്ളായിട്ട് റെസ്റ്റ് ചെയ്യണം. കുറെ ഓക്സിജൻ നമ്മുടെ ഇന്ന് ചെലവായി, അത് തിരിച്ചു വരണം. കാലൊക്കെ നനത്തി അടിച്ചേക്കുക. കൈ അനക്കി അടിച്ചേക്കുക. കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, തലടിക്ക് തള്ളുക. വലിക്കുക. തലടിക്ക് കൈ കൊണ്ടിരിക്കുക. കൈ മുമ്പിലേക്ക് വയ്ക്കുക. വലത്തോട്ട് ചെരിഞ്ഞ് കൈ കുത്തി എടുത്തിരിക്കുക. വലത്തെ ഭാഗത്ത് ചെരിയ കൈ കുത്തി എടുത്തിരിക്കുക. കൈ മലർത്തി വയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുക. നമ്മള് സ്ഥലം കറക്റ്റ് ആയിട്ട് വേണം കേട്ടാ. കൈ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോ സ്ട്രെച്ചിങ് ചെയ്യണം. തലടിക്ക് കൈ മുകളിലേക്ക്.
അതുപോലെ സൈഡിലേക്ക് നിർത്തി വെക്കുമ്പോ കറക്റ്റ് ഇത് വേണം. അപ്പൊ അതിനനുസരിച്ച് സ്ഥലത്ത് വേണം നമ്മൾ ഇത് യോഗ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മള് ക്രിയേറ്ററിനോട് നമ്മള് സോറി പറയണം. നമ്മൾ കുറെ തെറ്റുകൾ അറിയാണ്ട് ചെയ്തിട്ടുണ്ടാവും, അതിന് തെറ്റ് പറയണം, സോറി. പിന്നെ നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല ഗുണങ്ങൾ നമ്മളിപ്പോ അവിടെ ഇരിക്കണത് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്. യൂണിവേഴ്സിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കണം. പല ആൾക്കാർക്കും കിടക്കാൻ എണീക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ എനിക്ക് നമ്മൾ യോഗ ചെയ്യാൻ പറ്റും. പല ആൾക്കാരും കിടക്കാൻ എണീച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല, യോഗ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് അത് കിട്ടി. അപ്പൊ നമുക്കത് നന്ദി പറയണം. അപ്പൊ ഹീലിംഗ് പ്രയർ എന്ന് പറയുന്നത് ഒപ്പളോപ്പം നിവർന്നിരിക്കുക 55 പ്രാവശ്യം അത് പറയണം. നിവർന്നിരിക്കുക കർണാടക. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you. I am sorry, please forgive me, I love you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. നിശബ്ദത, അതാണ് യാഥാർത്ഥ്യം. കാംനെസ്, സൈലൻസ് ഈസ് റിയാലിറ്റി. കാംനെസ് ഈസ് റിയാലിറ്റി. കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക. നമ്മളും ക്രിയേറ്ററും മാത്രമുള്ളൂ. നമ്മുടെ ശരീരത്തിലെ
നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, പൊട്ട കൂട്ടുകെട്ടുകള്, പൊട്ട വികാരങ്ങള്, ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവുക, നമ്മളിൽ നിന്ന് ഇല്ലാണ്ടിയാവുക. നമുക്കത് ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, പൊട്ട കൂട്ടുകെട്ടുകള്, പൊട്ട രോഗങ്ങള്, പൊട്ട വികാരങ്ങള്, ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവുക, നമ്മളിൽ നിന്ന് ദൂരെ ദൂരേക്ക് പോവുക. കുറെ അഴുക്കുകള് നമ്മളിൽ നിന്ന് പോയപ്പോ അവിടെ ഒരു സ്ഥലം വേക്കറ്റ് വന്നു, ശൂന്യത, എം ടി സ്പേസ് വന്നു. ആ എം ടി സ്പേസിലേക്ക്, ശൂന്യതയിലേക്ക്, പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ലവ് എനർജി, യൂണിവേഴ്സിന്റെ ലവ് എനർജി വന്ന് നിറയാണ്. നല്ല കൂട്ടുകെട്ടുകൾ, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക് വരിക. പുതിയ പുതിയ നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ചിന്തകൾ എല്ലാം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് പുത്തൻ ഉണർവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിന്റെ ലവ് എനർജി നമ്മളിൽ വന്ന് അറിയുക. ലവ് എനർജി കൊണ്ട് പൊതിഞ്ഞു മൂടാണ് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്. നമ്മൾ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ശ്വാസം വരുന്നു, പുറത്തേക്ക് പോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോ പ്രത്യേക ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം അതിന്റെ ഒപ്പം പുറത്തേക്ക് പോകുക. നമുക്കിപ്പോ അറിഞ്ഞുകൊണ്ട് ചെയ്യാം. വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക. 1, 2, പതുക്കെ ശ്വാസം വിടുക. 3, 4, 5, 6. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6. ഇനി നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച്, തലയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6. ഇനി നമ്മുടെ എനർജി സെന്റർ ആയിട്ടുള്ള നട്ടല്, സൂക്ഷ്മനാഡിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. 1, 2, പതുക്കെ പുറത്തേക്ക് വിടുക. 3,
4 5 6 നമ്മൾ വീണ്ടും നല്ലൊരു ദിവസം കണി കണ്ടു വരാൻ പോകാം. കൈകളൊക്കെ ഒന്ന് കൂട്ടിത്തിരിക്കും. ആ കയ്യിൽ ആ ചൂട് കണ്ണിന്റെ മുകളിൽ കൈ മുഖത്തും തലോടിയിട്ട് പതുക്കെ കണ്ണു തുറക്കാം. ഈ കാലിങ്ങനെ ഇരിക്കുക. കാലം നനയ്ക്കാറുണ്ട്. കാലനക്കാറുണ്ട്. നല്ല പേരിന് മണക്കുക. 1 2 3 4 5 6 7 8. ഈ കാല് മണക്കാൻ നിർത്തും. ഇനി ഒന്നും കുറച്ച് ആസനങ്ങൾ ചെയ്യണം. 1 2 3 മണക്കുക. 4 5 6 7 8. ഇനി മനസ്സിലായ കാര്യമാണ്. 1 2 3 4 5 6 7 8. ഈ കാല് രണ്ട് കാലം ഇങ്ങനെ മടക്കി വെക്കും. ചേർത്ത് വയ്ക്കുക. കൈ ഇങ്ങനെ കൂട്ടി പിടിക്കാം. കാലിന്റെ മുട്ട് പൊന്തിക്കുക. 1 2 3 4 5 6 7 8. 8 7 6 5 4 3 2 1. കാല് പൊന്തിച്ച് പെട്ടെന്ന് തന്നെ നോക്കാം. 1 2 4 5 8 7 8. കൈ കൊണ്ട് കാലിന്റെ മുട്ട് നിലത്തേക്കാൻ മതി. കാലിന്റെ മുട്ട് നിലത്തേക്കാൻ മതി. കാലിങ്ങനെ ചേർത്ത് വയ്ക്കുക. കൈയിന്റെ മുട്ടുകൊണ്ട് കാലിന്റെ മുട്ട മറ്റാൻ നെറ്റി കാലിന്റെ വെല്ലുമ്പോ മുട്ടി. 1 2 3 നെറ്റി കാലിന് 4 5 6 7 8. കാലിൽ നിർത്തി. ഇനി നമുക്ക് കാലിൽ ഇങ്ങനെ മടക്കി വയ്ക്കാം. വക്രാസനം. അടുത്ത കാലം മടക്കുമ്പോ അടുത്ത കൈ പിന്നിൽ. അടുത്ത കൈ പൊന്തിക്കുക. എന്നിട്ട് കാലിന്റെ പുറത്ത് കൂടെ അങ്ങനെ ശ്വാസം വിട്ടിട്ട് പിന്നിലേക്ക് തിരിയണം. 1 2 മുമ്പിലേക്ക് നോക്കാം. ഇനി പിന്നിലേക്ക് 3 4 5 6 7 8. കൈ പൊന്തിക്കുക. പിന്നിലേക്ക് കാലിൽ നിർത്തിക്കുക. ഈ വലത്തെ കാലിൽ ഇങ്ങനെ മടക്കുക. അപ്പൊ അടുത്ത കൈ പൊന്തിക്കുക. എന്നിട്ട് കാലിന്റെ പുറത്തെ കൂടെ പറ്റുള്ള ഇങ്ങനെ പിടിച്ചാൽ 1 പിന്നിലേക്ക് തിരിയുക. 2 വക്രാസനം. 3 4 5 6 7 8. കൈ പൊന്തിക്കുക. കാലം നനയ്ക്കുക. ഇനി നമുക്കൊരു ഗോമുഖാസനം ഉണ്ട്. കാല് ഇടത്ത കാലിന്റെ മുട്ടിങ്ങനെ മുട്ടുന്നുണ്ട് വരും. ഞാൻ ഇടത്ത കാലിന്റെ മുട്ടില് വലത്തെ കാലിന്റെ മുട്ട് കയറ്റി ഗോമുഖ. കൈ വലത്തെ കൈ പൊന്തിക്കുക. ഇടത്ത കൈ പിന്നി കൂടെ കോർത്ത് പിടിക്കണം. ഇത് പറഞ്ഞ് ഇരിക്കുക കാണണം. 1 ശ്വാസം എടുക്കുക. 2 പതുക്കെ ശ്വാസം വിടുക. 3 ശ്വാസം എടുക്കുക. 4 പതുക്കെ ശ്വാസം വിടുക. 5 6 7 8. കൈ എടുക്കുക. കാലിൽ നിർത്തുക. കാലം നനയ്ക്കുക. ഇനി വലത്തെ കാലിന്റെ മുട്ട് നടുവിലേക്ക്. അടുത്ത കാലിന്റെ മുട്ടി അതിന്റെ മുകളിലേക്ക് ഗോമുഖാസനം. അടുത്ത കൈ പൊന്തിക്കുക. വലത്തെ കൈ താഴത്തൂടെ ഒന്ന് പിടിക്കുക. ക്ലോസിട്ട് പിടിക്കുക. നിവർന്നിരിക്കുക. നേരെ നോക്കുക. 1 ശ്വാസം എടുക്കുക. 2 3 4 5 6 7 8. കൈ എടുക്കുക. കാലിൽ കാലം നനയ്ക്കുക. ഈ അടക്കെടുക്കുക. നിലത്തേക്ക് എടുക്കുക.
കാലടിക്ക് അടുപ്പിച്ചിരിക്കുക, കൈയടിക്ക് അടുപ്പിച്ച്. ഇത് പവന മുക്താസനം. പവന മുക്താസനം. വൺ, രണ്ട് കാലും കൊണ്ടു. ടു, മടക്കി പിടിക്കുക, കൈകൊണ്ട് ഒരു മടക്കി പിടിക്കുക. ത്രീ, നെറ്റി കാലും കൂട്ടി പൂർണ്ണ പവന മുക്താസനം. ശ്വാസം വിടുന്നു. ഫോർ, നീർന്നെടുക്കും ആദ്യം. ഫൈവ്, കാല് പൊന്തിക്കണം, ശ്വാസം എടുത്തിട്ട് പൊന്തിക്കുക. സിക്സ്, കാല് മടക്കുക, ശ്വാസം വിടുക. സെവൻ, നെറ്റി കാല് കൂട്ടിയ ശ്വാസം വിടുക. കംപ്ലീറ്റ് ശ്വാസം വിടും. എയ്റ്റ്, 7, 6, 5, 4, 3, 2, 1. ഇനി വലത്തോട്ട് തിരിഞ്ഞ് കമിഴ്ന്ന് എടുക്കുക. വലത്തോട്ട് തിരിഞ്ഞ് കമിഴ്ന്ന് എടുക്കുക. കാലടിച്ച് വയ്ക്കുക, കയ്യ് കാലിന്റെ അടിയിൽ വെക്കുക. രണ്ട് കാലും പൊന്തിക്കുക. 1, ശരഭാസനം. 2, രണ്ട് കാലും പൊന്തിക്കുക. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ മുമ്പിൽ വെക്കുക, ഭുജംഗാസനം. ഷോൾഡറിന്റെ ലെവലിൽ കാലടിച്ച് വെക്കണം. 1, നെറ്റി പതിക്കുക, താടി പതിക്കുക, ചെസ്റ്റ് പതിക്കുക. മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുത്ത് വിടുക. 2, 3, മുകളിലേക്ക് നോക്കണം. ശ്വാസം എടുക്കുക, വിടുക, ശ്വാസം എടുക്കുക, വിടുക, ശ്വാസം എടുക്കുക, വിടുക. 4, 5, മുകളിലേക്ക് നോക്കണം കേട്ടോ. ശ്വാസം എടുക്കുക, വിടുക, ശ്വാസം എടുക്കുക, വിടുക. 6, 7, ശ്വാസം എടുക്കുക, വിടുക. 8, റെസ്റ്റ്. കാലടിച്ച് വയ്ക്കുക, കൈ ഷോൾഡർ വയ്ക്കുക, കൈ കുറ്റി പിന്നിലേക്ക് ഇരിക്കുക. ശാസ്ത്രം കാലിന് പിറ്റീന്ന് ഇരിക്കണം. നെറ്റി നിലത്ത് മുട്ടിക്കുക. ഇനി പതുക്കെ അടിച്ച് നിൽക്കുക. അടിച്ച് നിൽക്കണം. കാലടിച്ച് വയ്ക്കുക, കൈ മുമ്പിലേക്ക് ഇരിക്കുക. ശ്വാസം വിട്ടിട്ട് പിന്നിലേക്ക് തിരിയണം. 1, 2, 3, 4, 5, 6, 7, 8, 7, 6, 5, 4, 3, 2, 1. ഈ കാലിന്റെ ബുദ്ധിമുട്ടിക്കുക, കയ്യും മുകളിലേക്ക് വന്നിക്കുക. 1, ബാലൻസ് ചെയ്ത് നിൽക്കുക. 2, 3, 4, 5, 6, 7, 8. ഇനി നമുക്ക് വൃക്ഷാസനം ചെയ്യണം. ബാലൻസ് ചെയ്യണ ഒരു ആസനം. 1, 2, ബ്രെയിൻ ടച്ച് ശക്തിക്കുക. 3, 4, 5, 6, കൈമോളിലേക്ക് തള്ള. 7, 8, 7, 6, 5, 4, 3, 2, 1. ബാലൻസ് നിൽക്കണം. കുറച്ച് പ്രാക്ടീസ് വേണം. ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. നിലത്തിരിക്കുക. കൈമലർത്തിയേക്കാന്ന് പറഞ്ഞു. നമുക്ക് പ്രാണായാമം ചെയ്തിട്ട് എടുക്കുക. നമുക്ക് കപാലഭാതി പ്രാണായാമം ചെയ്യാം. കൈമലർത്തിയേക്കുക. മൂക്കിവിടെ അങ്ങനെ ശ്വാസം വിടണം. ശ്വാസം വിടുമ്പോ വയറുള്ളിലേക്ക് പോകണം. മുഖത്താണ് ശ്രദ്ധിക്കേണ്ടത്. മുഖത്താണ് ശ്രദ്ധിക്കേണ്ടത്. നിവർന്ന് കയ്യാണ്ട് നമുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോ എടുക്കും. നിവർന്ന് മൂക്കി കൂടെ നിങ്ങനെ 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. കറക്റ്റെടുക്കുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. കയറ് താഴത്തേക്ക് പോട്ടെ. 1, 2, 1, 2, 1, 2, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1.
കാല് തളർത്തിയിടുക, കൈ തളർത്തിയിടുക, ശരീരം തളർന്ന് കിടക്കുക. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക. ശരീരം തീരെ ഭാരം ഇടയ്ക്കെടുക്കുക. ശരീരത്തിന് തീരെ ഭാരം ഇല്ല. ഈ അവസ്ഥയിൽ ഒന്നോ രണ്ടോ സ്വപ്നങ്ങൾ കാണും. വേണം എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കതിന് വേണ്ടി എടുക്കണം. വിചാരിച്ച കാര്യം നടന്നതായിട്ട് മനസ്സിൽ കാണാം. വിചാരിച്ച കാര്യം നടന്നു. വിചാരിച്ച കാര്യം നടന്നു. ഇതിന് ദൈവത്തിന് നന്ദി പറയാം, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി. വീണ്ടും ഹൃദയത്തിന് വിചാര ശ്വാസം ശ്രദ്ധിക്കുക, ശരീരം ശ്രദ്ധിക്കുക, കൈയടിച്ച് എഴുതിച്ചേക്കുക, കാലടിച്ച് എഴുതിച്ചേക്കുക, കൈ തലയുടെ പിന്നിലേക്ക് വയ്ക്കുക, കൈ പിന്നിലേക്ക് തള്ളുക, തലടിക്ക് തള്ളുക, പിന്നിലേക്ക് തള്ളുക, തലടിക്ക് കൈ മുമ്പിരിക്കുന്ന വെക്കുക. ഇനി വലത്തോട്ട് ചെരിഞ്ഞ് വെക്കുക. ഒരു കൈ തലയുടെ അടിയിൽ വെക്കുക, ഒരു കൈ നിലത്ത് പതിച്ച് വെക്കുക, കാല് മടക്കി ചുണ്ട് കൊടുക്കുക. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. കുഞ്ഞിനെ പോലെ ഉരുപ്പെടുത്തുക. നമ്മുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. കൈകുത്തി അടിച്ചിരിക്കുക, കൈകുത്തി അടിച്ചിരിക്കുക, കൈമലർത്തിയേക്കുക, നിവർന്നിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റം ഒന്ന് ശ്രദ്ധിക്കുക. അന്ന് യോഗ തുടങ്ങുമ്പോഴും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമസ്കാരം മുദ്ര. നന്ദി പറയണം. പ്രകൃതിയിലെ ജീവചൈതന്യം എന്ന് പറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞു. എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാ, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയാ, യൂണിവേഴ്സിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനും പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം വിട്ട് നെറ്റി നൽകുക, ഭൂമിയിലേക്ക് നന്ദി പറയും. ശ്വാസം എടുക്കുന്ന ഓർമ്മ വരിക, കൈ കൂട്ടി തരുമ്പോ കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കൈ മുഖത്ത് എല്ലായിടത്തും അമർത്തണം. നെറ്റി, കവിട്, താടി, ചെവി, തലയിലമർത്തുക. തലയോട്ടി നിന്ന് പിടിച്ചമർത്തുക. ചെവിയിലവിടെ, കഴുത്തിന്റെ പിന്നില്, കഴുത്തിന്റെ മുമ്പിൽ കൈ ഒന്നുകൂടി കൂട്ടി തരുമ്പോ കണ്ണിന്റെ മുകളിൽ വയ്ക്കുക. കണ്ണ് തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. കൈയിന്റെ വെല്ലുമിക്ക് നോക്കി കണ്ണു തുറക്കുക. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ, 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 നമസ്തേ. ശുഭദിനം. സർവചരാചരങ്ങൾക്ക് മുമ്പില് നന്ദി പറയണം. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാ സർവചരാചരങ്ങൾക്കും നന്ദി. ഓക്കെ കേട്ടോ, താങ്ക് യു. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാണ്ട ചെയ്യുന്നത് നല്ലതാണ്. നമ്മള് 10 ദിവസത്തെ ഇതുള്ള കാരണം മുടങ്ങാണ്ട് ചെയ്യുന്നു. മറ്റുള്ള ദിവസം നമ്മള് 5 ദിവസം സാധാരണ ക്ലാസ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം ഒറ്റയ്ക്ക് ചെയ്യുന്നു. യോഗ ഒറ്റയ്ക്കാണ് കറക്റ്റ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മനസ്സിന്റെ ഒരു ഇത് കിട്ടുള്ള. മനസ്സിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്താനും നമുക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് മനസ്സിന് ധൈര്യം വേണം. അപ്പൊ അതിന് പഠിക്കണമെങ്കിൽ നമ്മൾ 5 ദിവസം കൂടെ ചെയ്യും, 2 ദിവസം ഒറ്റയ്ക്ക് ചെയ്യണം. ചെയ്യാണ്ടിരിക്കല്ല, മുടക്കല്ല, എല്ലാ ദിവസവും ചെയ്യണം. അപ്പൊ 2 ദിവസം ഒറ്റയ്ക്ക് ചെയ്യണം. അങ്ങനെ 3 മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലൈഫ് ലോങ് നമ്മള് ശ്വാസം നിലയ്ക്കണ വരെ ചെയ്യണം. നമ്മൾ ഭക്ഷണം കഴിക്കണ വരെ മാത്രല്ല, ശ്വാസം നിലയ്ക്കണ വരെ. ചിലപ്പോ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാലും നമ്മള് യോഗ ചെയ്യും. അതാണ്. അപ്പൊ നമ്മള് ഫുഡിന്റെ പ്രാധാന്യം വളരെ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ പച്ചക്കറി ആദ്യം കൂടുതൽ കഴിക്കുക. പിന്നെ നമുക്ക് പയറുവർഗ്ഗം, പ്രോട്ടീൻ, നമുക്ക് എനർജി കിട്ടണമെങ്കിൽ പ്രോട്ടീൻ വേണം.
അപ്പൊ അതിന് പയർവർഗ്ഗങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. ചെറുപയർ, കടല, പരിപ്പ് വെക്കുക. പരിപ്പ് ഗ്യാസിന്റെ ഇതാണ്. അപ്പൊ മുതിര, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. മുട്ടയുടെ വെള്ളയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ചെറുമീനുകളൊക്കെ ഉപയോഗിക്കാം. മത്സ്യമാംസങ്ങൾ കൂടുതൽ കഴിക്കുന്നതാണ്, കുറേശ്ശെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെള്ളത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഓക്കെ ട്ടാ, താങ്ക് യു. ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് കഴിക്കേണ്ടി വരും. ഓക്കെ, താങ്ക് യു.